അതിലേ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു. യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ഇത് ഞാൻ ആഘോഷിക്കും പൊന്നു മക്കളെ. താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നിട്ട് നേരെ നിന്ന് ഞാനൊന്ന് തോളത്ത് കജ്ജ വെച്ചപ്പോ ആ മേത്ത് തൊട്ടില്ല കളിയൊന്നും വേണ്ട, കജ്ജെടുത്ത് മാറ്റാറും. ഞാന് പൊന്നാര സിദ്ദീഖെ അന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ തോളത്തൊന്ന് കജ്ജ് വെച്ചത്. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരറിയും. ഇജ്ജിന്നോട് അന്ന് മേരിറ്റ് ഹോട്ടലിൽ നിന്ന് എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തതില്ല വീഡിയോ മാണിക്കല്യാണം ഒന്ന് കണ്ടോ? കാണി. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. ഞാനൊരാള് വന്ന് തോളത്ത് കജ്ജ് പിടിച്ചപ്പോ അതാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഞാനൊരു സാരിയും ബ്ലൗസൊക്കെ ഇട്ടുകാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹായ് വാടീന്ന് പറഞ്ഞാട്ട് കെട്ടിപ്പിടിച്ചു. അത് നമ്മക്കല്ല. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനോ. അന്ന് അത്രയും ജനങ്ങളടിയിൽ വെച്ച് കണ്ട് ഇന്ന മാനം കെടുത്തപ്പോ ഞാൻ 4 ദിവസം മുന്നേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇതെല്ലാം കേൾക്കേണ്ടത് ഞങ്ങളുടെ വിധിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ വിധിയാണ്. പടച്ചോനെ, അഹങ്കാരത്തിന് കൊടുക്കണം കേട്ടോന്ന്. ഇപ്പൊ എന്തായി? അമ്മീന്നും രാജിവെച്ചു, എല്ലാത്തിനും രാജി. അവരെ കുറ്റം പറഞ്ഞൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. ഈ രാജി ഞാൻ ആഘോഷിക്കാണ്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ഞാനിപ്പോ എനിക്ക് എന്താ അറിയോ, അത്രയും പോന്നെ എന്താണ് ചാണകക്കുച്ചിക്കാണല്ലോ കജ്ജിട്ടിക്കണെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം ഉണ്ട്. ശിഷ്യനിൽ നിന്നൊരാക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ, ദേഹം നൊന്താ പിന്നെ ഈറ്റപ്പുലിയാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കും.